അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇപ്പോൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ സോഷ്യൽ മീഡിയകളിൽ ഒരു വലിയ ചർച്ച കൊടുമ്പിരി കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറും പ്രമുഖ പണ്ഡിതനുമൊക്കെയായ ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിനും സമസ്തക്കും മരണം വരെ ഖിദ്മത്തെടുക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. അഥവാ പ്രസിഡന്റ് സ്ഥാനം ബഹുമാനപ്പെട്ട ഷെയ്ഖുന ബാക്കോട് ഉസ്താദ് അവറുകളെ ജനറൽ ബോഡി തെരഞ്ഞെടുത്തു. ഈ ഒരു സംഭവ വികാസം സോഷ്യൽ മീഡിയയിൽ ഇട്ടുകൊണ്ട് ജനറൽ ബോഡിയെയും ജമിഅത്തുൽ മുഅല്ലിമീനെയും പരിഹസിക്കാൻ ഉള്ള ശ്രമങ്ങൾ ചില ഭാഗങ്ങളിൽ നിന്ന് നിഗൂഢമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് 65 വർഷക്കാലമായി ജനറൽ ബോഡി നടക്കുന്നു, ഇതുവരെ ഇത്തരമൊരു സംഭവ വികാസം നടന്നിട്ടില്ല എന്നൊക്കെ പറയുന്ന ഒരു സന്ദർഭവും സാഹചര്യവും നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ചരിത്രത്തെ ഒരിക്കലും വക്രീകരിക്കരുത്. ചരിത്രം സത്യമായി നമ്മുടെ മുമ്പിൽ പലതുമുണ്ട്. ഇതുപോലെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയുന്നത് ശുദ്ധമായ അബദ്ധമാണ്, അല്ലെങ്കിൽ ചരിത്രം മനസ്സിലാക്കാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. ജമിഅത്തുൽ മുഅല്ലിമീന്റെ ഒന്നാമത്തെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാരാണ്. സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ മുശാവറ മെമ്പറായിരുന്ന ബഹുമാനപ്പെട്ട വാണിയമ്പലം അബ്ദുറഹ്മാൻ മുസ്ലിയാർ. ബഹുമാനപ്പെട്ടവർ 1959 ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റായിരുന്നു 1972 വരെ. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് 1980-ലാണ്. ഈ 8 വർഷം ബഹുമാനപ്പെട്ടവർ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ് ആയിട്ടില്ല. നമ്മളവിടെ ചിന്തിക്കേണ്ട വസ്തുതയാണ്. ഒരാളെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുത്താൽ അത് അദ്ദേഹത്തിന്റെ മരണം വരെ, വഫാത്ത് വരെ നിലനിൽക്കണം എന്നത് ഒരു പാരമ്പര്യമല്ല എന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്. ബഹുമാനപ്പെട്ടവർ 959 ജമിഅത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റായി, 972 പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറി. ഇപ്രകാരം തന്നെ ബഹുമാനപ്പെട്ട KV മുഹമ്മദ് മുസ്ലിയാർ സമസ്ത കേരള ജമിഅത്തുൽ ഉലമയുടെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു. ബഹുമാനപ്പെട്ടവർ 1989 മുതൽ 995 വരെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. 95 മുതൽ 2000 വരെ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പ്രസിഡന്റായി. മനസ്സിലാക്കണം, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നു. അപ്പോൾ സെക്രട്ടറി സ്ഥാനത്ത് ബഹുമാനപ്പെട്ടവരെ നീക്കി പ്രസിഡന്റ് സ്ഥാനത്തേക്കാക്കി. ഇത് ചരിത്രത്തിൽ ഇന്നലെ നടന്ന വസ്തുതയാണ്. ബഹുമാനപ്പെട്ട വാക്കോട് ഉസ്താദ് സമസ്ത ജമിഅത്തുൽ മുഅല്ലിമീന്റെ സെക്രട്ടറി ആയിരുന്നു, സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാറ്റി. ഇത്രയേ ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഇതിനെ വലിയൊരു ആനക്കാര്യമാക്കി സമൂഹത്തിൽ ഭിന്നിപ്പും, സമുദായത്തിൽ ഭിന്നിപ്പും, പണ്ഡിതന്മാർക്കിടയിൽ ചേരിതിരിവും ഉണ്ടാക്കുന്നത് ആരാണെങ്കിലും അവരെ സമൂഹം കണ്ടറിയണം. നമ്മളിവിടെ ഐക്യവും സ്നേഹവും നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. ഈ സമൂഹത്തിന് സാമുദായിക രാഷ്ട്രീയ പാർട്ടിയും സമസ്ത കേരള ജമിഅത്തുൽ ഉലമയും ഒരുപോലെ കൈ ചേർത്ത് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മളൊക്കെ. അത് തീർന്നില്ല, ചരിത്രം ഇനിയും പറയാനുണ്ട്. ബഹുമാനപ്പെട്ട മൗലാന MK കുഞ്ഞി മുഹമ്മദ് മുസ്ലിം, ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ടവർ 2000 മുതൽ 2004 വരെ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ പ്രസിഡന്റ് ആയിരുന്നു. 2000 മുതൽ 2004 വരെ. 2004 ബഹുമാനപ്പെട്ടവർ ജംഇയ്യത്തുൽ മുഅല്ലിമീന്റെ സ്ഥാനം ഒഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ വഫാത്താകുന്നത് 2015-ലാണ്. 2015-ലാണ് ബഹുമാനപ്പെട്ട തൊഴിയൂർ ഉസ്താദിന്റെ വഫാത്ത്. അഥവാ മരണം വരെ ബഹുമാനപ്പെട്ടവർ ജമിഅത്തുൽ ഉലമയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരുന്നിട്ടില്ല എന്നർത്ഥം. ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്, നമ്മളെ പഠിപ്പിക്കുന്നത് ചരിത്രപരമായ വസ്തുതയാണ്. ഈ വസ്തുതയെ നിരാകരിച്ചുകൊണ്ട് 65 വർഷക്കാലമായി ഇത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്ന് പറയുന്നത്, അഥവാ ഇത്തരമൊരു കാര്യത്തെ പൊലിപ്പിച്ചു കാട്ടി സമൂഹത്തിൽ ഭിന്നിപ്പിന്റെ വിഷവിത്തുകൾ പാകുന്നത്, അത് സമൂഹത്തിനോട് നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ്. അത് ഒരു സംഘത്തിന്റെ, ഒരു സംഘടനയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കുന്നത്, സെക്രട്ടറിയെ തീരുമാനിക്കുന്നത്, ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികളെ തീരുമാനിക്കുന്നത് ആ സംഘത്തിന്റെ ജനറൽ ബോഡിയല്ലേ. അതിനെ നമ്മൾ കുറ്റപ്പെടുത്തണോ? ഇത് ചരിത്രപരമായ വസ്തുത ഇങ്ങനെയല്ലേ?
നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്ക് പോലെ മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ഉസ്താദുമാർ അല്ലാഹു സുബ്ഹാനഹു വ തആല വാക്കോട് ഉസ്താദിനെ പോലെയുള്ള ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ ഉസ്താദിനെ പോലെയുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആലിമീങ്ങൾക്ക് മുശാവറ മെമ്പർമാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കട്ടെ. സമസ്ത കേരള ജംഇയ്യത്തുൽ മുശാവറ മെമ്പറാകുന്ന കാലത്തോളം സമസ്തയെ സ്നേഹിക്കുന്ന ഒരാളും ചീത്ത പറയാനോ തെറി വിളിക്കാനോ പാടില്ല. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുശാവറ മെമ്പർ അദ്ദേഹം സമസ്തയിൽ അംഗമാണെങ്കിൽ, വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പലർക്കും പലതുണ്ടാകാം, പക്ഷേ മുശാവറയിൽ അംഗമാണെങ്കിൽ സമസ്തയെ സ്നേഹിക്കുന്ന ആളുകൾ അത്തരം അങ്ങനെയുള്ള ആളുകളെ പരിഹസിക്കുകയോ കളിയാക്കുകയോ ചെയ്യുന്നത് ഒരു നല്ല സമസ്ത സ്നേഹിക്ക് പറ്റിയതല്ല. ദീൻ പഠിച്ച ആളുകൾക്ക് പറ്റിയതല്ല അത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.